പരമദിവ്യകാരുണ്യത്തിന് ബൈബിൾ ഓപ്പൺ ചെയ്ത് കർത്താവേ, ഈ മാസം ഇത് വിറ്റ് മാറാൻ വേണ്ടി വർഷങ്ങളെടുക്കുമോ, മാസങ്ങളെടുക്കുമോ, ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ തുറക്കുകയും റിസർച്ചിൻ്റെ കണ്ണുമുമ്പിൽ വന്നത് എസെക്കിയേലാണ്. എസെക്കിയേൽ 36:34 കർത്താവ് സംസാരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ വലിയ സാക്ഷി എവിടെ നിന്ന് കിട്ടാനാണ്? ഇത് 3 ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിള്. ഈ 3 ലക്ഷത്തോളം വാക്യങ്ങളിലെ രജിയുടെ വിഷയം എവിടെയാണെന്ന് രജിക്കറിയാവോ? ഇല്ല. കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പെർട്ടിക്കുലർ വേർഡ് പറഞ്ഞു തരും. എന്താണ്? ഒന്നിനു വായിച്ച് എസെക്കിയേൽ 36 വാക്യം. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പക്ഷേ രജിക്ക് സന്തോഷമായില്ല. എന്താ കാര്യം? ഇവർക്ക് കൃഷി ചെയ്യാൻ മേലാതെയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചത്. ഇപ്പം നാട്ടുകാരെല്ലാം ചോദിക്കും, എല്ലാ പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ, നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റായിട്ട് ഇട്ടിരിക്കണമെന്ന്. അതൊരു സാമൂഹ്യ കുറ്റവാളിയായ രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത്. ഇപ്പം കർത്താവ് എന്താ പറയണത്? സ്ഥലം വിൽക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന്. അപ്പോഴേ രജി പറഞ്ഞു, കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും? ഞങ്ങൾക്കിത് നോക്കി നടത്താനൊന്നും ആരുമില്ല. ഇനി വീണ്ടും കൃഷി ഇറക്കിയത് കൊണ്ട് കാശ് കയ്യിൽ നിന്ന് വകയുള്ളൂ, കാശ് ഇങ്ങോട്ട് കിട്ടത്തില്ല. ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും. എന്താണ്? നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം, പാട്ടത്തിന്. അപ്പോൾ ഉടനെ കൈയും പൊക്കിക്കൊണ്ടൊരു പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും. ഇത് വിറ്റിട്ട് മകളെ പഠനത്തിന് വിടാനാണെന്ന്. കുഴപ്പമില്ല, കാശ് ഞാൻ തന്നോളാം, പാട്ടത്തിന് കൊടുക്കുന്നുണ്ടോ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. മകളുടെ കാര്യം നടത്തി കൊടുക്കും, കൃഷി പാട്ടത്തിനുമാകും. പാട്ടമെടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ വീണ്ടും കൃഷി ഇറക്കണമുണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ഇനി വിറ്റണ്ടേ? ഇതിനിടയ്ക്ക് ഒരു രസമുണ്ടായത്, അവിടെ ചെന്നപ്പോഴേ പാട്ടത്തിനെടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം പാട്ടത്തിന് എടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ. അപ്പം പണിയായി. ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ 1000 അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപയാകും. അത് വന്ന് രജിയോട് പറഞ്ഞു, വെള്ളമില്ലല്ലേ? എന്നുവെച്ചാൽ ഞങ്ങളെ പറ്റിച്ചാണല്ലേ എന്നാണ് ചോദിച്ചത്. വെള്ളമില്ലല്ലേ എന്നുവെച്ചാൽ കൃഷിക്ക് വെള്ളം വേണ്ടേ? അപ്പോൾ റെജി ഉടനെ പറമ്പിൽ ചെല്ലും, കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം അതൊക്കെ മുമ്പ് ബൈബിളെടുത്ത് നോക്കും. ബൈബിളിലാണ് ആദ്യം നോക്കണേ, കർത്താവേ വെള്ളത്തിന് വല്ല കാര്യം അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ലയെന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവർ പറ്റിച്ചൊന്നുമല്ല, ഇവർക്ക് അറിയത്തില്ല. ഇപ്പം കൃഷി ഇറക്കാൻ നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാതെ അയാൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. കർത്താവ് ഞങ്ങളൊരു പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട്, കർത്താവേ വെള്ളമില്ലേന്ന് ചോദിക്കും. വെള്ളമില്ലെന്ന് ചോദിച്ചുകൊണ്ട് ബൈബിൾ തുറക്കും. ബൈബിൾ തുറക്കുമ്പോൾ 2 രാജാക്കന്മാർ കിട്ടും. 3:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 രാജാക്കന്മാർ 3:17 വാക്യം. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ലെങ്കിലും അവിടെ അരുവിത്തടത്തെ വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടെന്ന് പറയും. ഉടനെ ഇവർ കർത്താവ് പറയണ കേട്ടിട്ട് വീണ്ടും സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന് മുകളിൽ നിന്ന് ഒരു ഉറവ പൊട്ടി വരണ കാണാം. ഇന്ന് വരെ കാണാത്തൊരു ഉറവ പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ്, ഈ പൂഴിയുടെ വെള്ളമാണ്. ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും. ഇവിടെ ഉടനെ കൈ കോരിയെടുത്ത് കുടിക്കും. എന്നിട്ട് കിണർ കുത്തുന്ന ആളെ വിളിക്കും.
കിണർ കുത്തുന്ന ആളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടഞ്ഞിട്ട് പറയും, ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ, 360 മീറ്റർ താഴെ 360 അടി വെള്ളമുണ്ടത്. അത് കുഴിച്ചിട്ട് കിണറാക്കും, അത് കുളമാക്കും അവർ. എന്ന് വെച്ചാൽ 1000 അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ പൂഴി വെള്ളം കിട്ടുമ്പോൾ 360 അടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി, അതാണ് പറഞ്ഞത് അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് വാക്കി. അത് പ്രഖ്യാപനമാണ്, തന്നെയല്ല അത് വാഗ്ദാനമാണ്. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. രജിസ്ട്രേഷനെ ചോദിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ മറുപടി പറയണത്? നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. വെള്ളത്തിന് കാര്യം ചോദിച്ചാൽ ഉടനെ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കും, പറമ്പിനെക്കുറിച്ച് ചോദിച്ചാൽ പറമ്പിനെക്കുറിച്ച് സംസാരിക്കും. നീ എന്താണ് നിൻ്റെ ജീവിത അവസ്ഥ? നീ വ്യക്തി ഈ ലോകത്ത് 800 കോടിയോ 1000 കോടിയോ മനുഷ്യരുണ്ട്. ഈ 1000 കോടി മനുഷ്യരിൽ നീ മാത്രം കണ്ണീരിട്ടുന്ന നിൻ്റെ മാത്രം വിഷയങ്ങൾ, നീ ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്ന വിഷയം എന്താണെന്ന് ദൈവം എന്ത് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ഭയങ്കര AI പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ വരുന്ന മുമ്പ് തന്നെ അതിൻ്റെ മറുപടി, ഒരു ആശങ്ക വന്നാൽ അതിൻ്റെ ഒരു മറുപടി നിന്നോട് മുഖതാപി സംസാരിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ സഹോദരി അങ്ങോട്ട് വളരുകയാണ്. അപ്പോൾ ഇവിടുന്ന് സിസ്റ്ററാണോ അച്ഛനാണോ സാക്ഷി ഇടുന്ന അറിയത്തില്ല. ഇവിടെ ചോദിക്കും, ചേച്ചി ആധ്യാത്മികമായിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. കാരുണ്യ പ്രവൃത്തി എന്താ ചെയ്യണത്? അപ്പം കാര്യം ഇവിടെ ആസ്തി എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും പറയണേ, ദൈവമായിട്ടുള്ള ബന്ധം എന്താ? ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടി വരണത്, ഉടമ്പടി എടുത്തത് കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. കൃപാസനം എന്ന് പറയുമ്പോൾ കുറേ വണ്ടി കിടക്കണ കാണാം, എന്നാൽ ഒന്ന് കരയേക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഉടമ്പടിയാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും 4 മണിക്ക്. അപ്പോൾ ഇവരുടെ വീരശൂര പരാക്രമം കാണുമ്പോൾ ഓഫീസിൽ നിന്ന് പറയും ചാറണ്ട, ഒറ്റ നടക്ക് പോകാൻ പറ്റത്തില്ല, 4 മണിക്കൂർ എടുക്കുമെന്ന് പറയും. അപ്പം ഒരു 10 പേര് വന്ന് 8 പേരും പോകും, അപ്പം തന്നെ വണ്ടി വിടും. അത് 2 പേരെടുക്കും ഉടമ്പടി. 2 പേരെടുക്കുമ്പോൾ ഈ 4 മണിക്കൂർ എടുക്കും. ഈ 2 പേരെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്ലാസ്സുകളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് ഇതിൻ്റെ ഒരു മർമ്മം അറിയുമ്പോഴാണ് ഉടമ്പടി റൈപ്പാകണത്. ചില എമർജൻസി അടിയന്തര ആവശ്യങ്ങൾ അമ്മ അപ്പം തന്നെ ചെയ്ത് കൊടുക്കും, പക്ഷെ പിന്നെ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് അങ്ങനെ ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് മുഴുവനും അവൻ പറയണത് പോലെ ചെയ്യുമ്പോഴാണ്, അല്ല ചെല്ലുമ്പോഴല്ല. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ്. ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് തയ്യാറല്ല. കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല, പെയിൻറ്റ് പോകും. നിങ്ങളുടെ ഒരു അഭ്യാസമോ കാപട്യമോ ഒളിച്ചു കളിയോ ഒന്നും നടക്കത്തില്ല. വെളുപ്പിന് ഞാൻ കേട്ട സാക്ഷ്യം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും നേരം മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടിയാണ് ചെയ്തതെന്ന്. അപ്പോൾ മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എന്താണ്? ഞാൻ കന്നഡയിലാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടുന്ന് കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി കന്നഡക്കാർക്ക് കൊടുക്കും. പള്ളിയുടെ വായിക്കാന്ന് കൊടുത്താൽ മതി, ആൾക്കാർ വന്ന് വാങ്ങിച്ചോളൂ എന്ന്. അപ്പോൾ ആൾക്കാർക്കെല്ലാം കൃപാസനത്തെക്കുറിച്ച് അറിയാം. അത് കാരണം പത്രം കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. വെറുതെ പള്ളിയുടെ അടുത്ത് വെറുതെ പത്രം പിടിച്ച് ഇരുന്നാൽ മതി. ആൾക്കാർ വന്ന് ഈ കിളി വന്ന് നമ്മൾ ഗോതമ്പ് പെറുക്കി നമ്മുടെ കയ്യിൽ നിന്ന് ഗോതമ്പ് പെറുക്കി എടുക്കുന്ന പോലെ പത്രം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എനിക്കൊരു മുടക്കുമില്ല. മെയ്യട്ട് കൊള്ളാത്ത ഉടമ്പടി എടുത്താൽ മെയ്യട്ട് കൊള്ളും വരെ ഈ സംഭവം നീണ്ടു പോകും നിങ്ങളുടെ ആവശ്യങ്ങൾ. ഇവർക്ക് മനസ്സിലായി ഇവിടെ കാര്യം നടക്കാൻ കഴിഞ്ഞപ്പോൾ, ഈ അഭ്യാസം കൊണ്ട് കാര്യം നടക്കുന്നത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കഷ്ടപ്പെട്ട് ചെയ്യണമെന്ന്. പിന്നെ എന്ത് ചെയ്ത് അവൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, എല്ലാവരും രക്ഷപ്പെടുന്ന ഉടനെ പുതുക്കി കഴിയുമ്പോഴാണല്ലോ. പുതുക്കി കഴിഞ്ഞപ്പോൾ അവൾ ഓരോ വീട് വീടാൻ തോറും കയറി ഇറങ്ങിയിട്ട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി, ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സംസാരിപ്പോൾ അവളുടെ മെയ്യട്ട് കൊണ്ട്, വെയിലും കൊണ്ട് മഴയും കൊണ്ട് അവളെ വിഷയം ഉടമ്പടി ദൈവതിരുസന്നിധിയിൽ തങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉടമ്പടി എടുത്തതെന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വിഷയം മാറാൻ തുടങ്ങി. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ടും ചെയ്യാം, കഷ്ടപ്പെട്ടും ചെയ്യാം. ഇപ്പോഴും എന്താണ് ഈ രജിസ്റ്റർ ചെയ്യണത്? രജിസ്റ്റർ ചെയ്യണത് ഞാനേ ഇപ്പം ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും കൂടി ഡെയിലി 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അത് ചുറ്റപ്പെട്ട പണികളൊക്കെ വീട്ടിലുള്ള ചെയ്ത് തീർത്തിട്ട് പെട്ടെന്ന് ഞങ്ങൾ 4 പേരും കൂടി പള്ളിയിൽ പോകും.
എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വരും, എൻ്റെ മക്കളും വരും. ഞങ്ങൾ 4 പേര് കൂടി പള്ളിയിൽ പോകും. കുർബാനയെ കൂടി കർത്താവിനെ കണ്ട് അമ്മയോടും കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യും. ജീവിതത്തിന് ചിട്ടയായി, ജീവിതം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന് ദൈവമായിട്ട് വലിയ ബന്ധത്തിലായി. അങ്ങനെ വെളിപ്പുറത്താകണ, ഇങ്ങനെയാണ് വെളിപ്പുറത്താകണത്. അപ്പോഴാണ് ചോദിക്കുമ്പോഴൊക്കെ പറയണത്, സ്ഥലം വിൽക്കണ്ടടി, സ്ഥലത്തിനെ കൊണ്ട് എനിക്കറിയാം ഇത് എന്ത് ചെയ്യണമെന്ന്. ഈ സ്ഥലം പാട്ടത്തെ കൊടുപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ മകൾക്ക് ജോലിക്ക് പോയാൽ പോരെ, പഠിക്കാൻ പോയാൽ പോരെ, ആ കാശ് കൊണ്ട് വേറെ ഒപ്പിച്ചു തരാം, സ്ഥലം പോകാതെ തന്നെ. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കുരുട്ട് ബുദ്ധിയേക്കാളും എത്രയോ ശാസ്ത്രീയമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ നിങ്ങളും ആ പദ്ധതി സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു തുറന്ന മനോഭാവം. റെജി പറയണ ഒരു കാര്യമുണ്ട്. റെജി പറയണത്, എല്ലാവർക്കും പ്രശ്നം വീടില്ല, അല്ലെങ്കിൽ ജോലിയില്ല, രോഗമാണ്, അല്ലെങ്കിൽ സമ്പത്തില്ല എന്ന് മാത്രമല്ല. ഞാൻ ഒരു ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ, ഉച്ച കഴിഞ്ഞ് ഞാനൊരു ഇറങ്ങും, ഓരോ വീടുകളിലൊക്കെ പോകും, പാവപ്പെട്ടവരൊക്കെ കാണും, അവരോട് സംസാരിക്കും. വലിയ ആൾക്കാരുടെ വീട്ടിലും പോകും. പോയിട്ട് ഞാൻ കർത്താവിനെക്കുറിച്ച് അവരോട് സംസാരിക്കും. പിന്നെയാണ് ഈ കർത്താവോട് സംസാരിക്കുക, വെറുതെ അല്ലേ. ഇവരെ കൈ നനയാൻ മീൻ പിടിക്കാതെ വരുന്നില്ല. അവർ കൈ നനഞ്ഞ് തന്നെയാണ്. ഇത് ദൈവത്തിന് തോന്നണം നമ്മൾ സിൻസിയറാണെന്ന് തോന്നണം. അല്ല മകളെ കെട്ടിക്കണ വിഷയമോ മകൾക്ക് പിള്ളേരുണ്ടാകുന്ന കാര്യമോ മാത്രമായിട്ട് ചേർത്തി വന്നതല്ല. മകളെ കെട്ടിച്ച് കഴിഞ്ഞ്, മകളെ പ്രസവിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ പൊടി പോലും ഇവിടെ കാണത്തില്ലെന്ന് ദൈവത്തിനറിയാം. പിന്നെ നിങ്ങളോട് എന്തിനാണ് ദൈവം സംസാരിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തിന് വേണ്ടി വന്ന ആൾക്കാരല്ല, മകളെ കെട്ടിക്കാനും മകളെ പ്രസവിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് മേടിച്ചോട്ട് പോയിക്കൊള്ളാൻ പറയും. ദൈവം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾ പ്രയോജനമുള്ള ആൾക്കാരാണെന്ന് നമ്മൾ തന്നെ ആദ്യം ദൈവദർശനതയിൽ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കണം. ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ പറയുന്നൊരു വാക്ക് എന്നെ ശരിക്കും ബാധിച്ച്. ഇവർ പറയണത്, എല്ലാവരുടെ പ്രശ്നവും സാമ്പത്തികമല്ല, എല്ലാവരുടെ പ്രശ്നവും രോഗമുള്ളതല്ല, ചിലരുടെ പ്രശ്നങ്ങൾ ആരും സംസാരിക്കാനില്ലാത്തതാണെന്ന്. അയ്യോ, ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം തന്നെ അത്. നിങ്ങൾക്കറിയാവില്ല, പണമില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, സ്വാധീനമില്ലെങ്കിൽ നമ്മളോട് ആരും സംസാരിക്കത്തില്ല. നിങ്ങളോട് എന്തിനാണ് സംസാരിച്ചിട്ട് അവരോട് സംസാരിച്ച് നമുക്ക് എന്നാ കിട്ടുമെന്ന് ചോദിക്കും. ഒന്നാമത്തെ മലയാളിയുടെ മൈൻഡ് സെറ്റ് ഇതിന് അങ്ങനെയാണ്. നമുക്ക് എന്നാ തടയുമെന്ന് നോക്കത്തുള്ളൂ. അപ്പൻ്റെ പണമെടുക്കാൻ വേണ്ടി കൂട്ടുകാരൻ നമ്മുടെ കൂടെ അവസാനം വരെ നിൽക്കത്തില്ലേ? അപ്പം മരിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെല്ലാം വരും. എന്താണ് അവസാനം വരെ പെട്ടി വാങ്ങിക്കാൻ പോണത്, എടുക്കാൻ പോണത്, അവിടെ അപ്പനെ കൊണ്ട് കുഴിച്ചിടുന്നവരെ കൂട്ടുകാരന്മാർ നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ നമ്മൾ പറയും രക്തബന്ധത്തേക്കാൾ വലുതാണ് സുഹൃത്ത് ബന്ധമെന്ന് പറയും. ഈ പന്നി അവസാനം ചോദിക്കും, വൈകിട്ട് എങ്ങനെ പരിപാടി എന്ന് ചോദിക്കും. നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ്റെ പുറകെ പോകാതിരിക്കാനാണ് ഇത് പറയണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉടമ്പടിയിലാകുമ്പോൾ, ദൈവമായിട്ട് ബന്ധമാകുമ്പോൾ ദൈവത്തിന് കൂടി തോന്നണം ഇത് സമൂഹത്തിൻ്റെ ഒരു ആചാരം അനുസരിച്ചുള്ള ഒരു ആഘോഷ നടപടിക്രമമായിട്ട് തോന്നരുത്. ഇന്ന് ക്രിസ്തുവും പെരുന്നാളും ആദ്യ കുർബാനയൊക്കെ സമൂഹത്തിൻ്റെ ആഘോഷ നടപടിക്രമമാണ്. ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് 3-4 പേരെ ഇവിടെ വിളിപ്പിച്ചു, അവിടെ മക്കളെ വിളിപ്പിച്ചു, അവിടെ പരിചയന്മാരെ വിളിപ്പിച്ചു, അവിടെ വേദപാഠ അധ്യാപകരെ വിളിപ്പിച്ചു. ഞാൻ അവർക്ക് കൊച്ചച്ഛനും ക്ലാസ് കൊടുത്തു, ഞാൻ ക്ലാസ് കൊടുത്തു. പക്ഷെ ഞാൻ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം കേട്ട ക്ലാസ്സുകളെല്ലാം ആദ്യ കുർബാന വരെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യ കുർബാനയുടെ വൈകുന്നേരമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അളിയനും പരിഞ്ഞപ്പനും കുമ്പാരും കൂടി കുപ്പി വാങ്ങിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ മുമ്പിൽ കൂടി അവർക്ക് ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. കർത്താവ് നിന്നെ കാലെപ്പിടിച്ച് നിലത്തിൽ അടിക്കുമെന്ന് പറയും. എന്താ കാര്യം? നീ ഇത്രയും നാൾ ചെയ്തതെല്ലാം കള്ളത്തരവാണെന്ന് തെളിഞ്ഞിരിക്കുന്ന. അളിയനും കുമ്പാരിക്കും വെള്ളം അടിക്കാൻ വേണ്ടി, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നീ ഗ്ലാസും കൊണ്ട് പോയപ്പോൾ ഓർക്കുക, നിൻ്റെ ഇന്ന് വരെയുള്ള ഒരു കാര്യവും ദൈവം എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു, ഒന്നും അംഗീകരിച്ചിട്ടില്ല. എന്താ കാര്യം? നീ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തെ മറക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് 1-2 പേരുടെ മുഖത്തോട് ഞാൻ നോക്കി. അപ്പോൾ കറുത്തോണ്ടിരിക്കണം, മഴ പെയ്യാൻ പോകും. എന്താണ്? വെള്ളം മേടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പകത്ത്. അതാ പ്രശ്നം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശാസിച്ച് തന്നെ വിട്ടു. അവർ സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അരൂപി അവിടെ നിലനിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോരുമ്പോൾ നിങ്ങളുടെ കൂടെ പോരും. കർത്താവ് പറഞ്ഞൊരു വാക്യമാണത്. നിങ്ങൾ പോരുമ്പോൾ നിങ്ങൾ ആശീർവദിച്ചത് നിങ്ങളുടെ കൂടെ പോരുമെന്ന്. നിൽക്കത്തില്ലേ? നിങ്ങൾക്കവിടെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. തോന്നിയ മാസം ജീവിച്ചുകൊണ്ട് ദൈവത്തെ വീട്ടിൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നീ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് ആദ്യം കൊടുക്കേണ്ട സമാധാനമാണ്. സമാധാനത്തിൽ ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ സമാധാനം, നീ ആശം സമാധാനം അവിടെ നിലനിൽക്കും. സമാധാനത്തോട് സഹകരിക്കാൻ ഇഫ് ദേ ആർ നോട്ട് റെഡി, പിന്നെ അവർ തയ്യാറല്ലെങ്കിൽ നീ ആശം സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന് ഇത് കർത്താവ് പറഞ്ഞതാണ്.
എൻ്റെ മക്കളെ, കൂടെ പോരുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സമാധാനമാണ്. ഇറങ്ങിപ്പോകുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ, ഒരു അവസരം വരുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിച്ചുകൊണ്ട് ദൈവത്തെ ഇറക്കി വിടുന്ന ഉടമ്പടി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്ത് ഇത് നഷ്ടമായി വരും. ശ്രദ്ധിക്കുക. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഉടമ്പടിയുടെ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് എന്താണ്? പ്രസൻസാണ്, ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം കുടുംബത്തിലുള്ളത് കൊണ്ടാണ് ഇവരോട് ഓരോ ചോദിക്കണ കാര്യങ്ങൾക്കെല്ലാം ദൈവം ആ സബ്ജക്റ്റ് വൈസ് നത്തിങ് മോർ നത്തിങ് ലെസ് ആയിട്ട് കറക്റ്റ് മറുപടി പറയണത്. അവിടെ വിഷയമല്ലേ പറയണത്. പക്ഷേ റെജി പറയണ ഒരു കാര്യം എന്താണ്? എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തികം ഇല്ലാത്തതല്ല, എല്ലാവരുടെയും പ്രശ്നം രോഗമല്ല, എല്ലാവരുടെയും പ്രശ്നം കൂടെ ഇരിക്കാൻ 10 മിനിറ്റ് കൂടെ ഇരിക്കാൻ ആളില്ലാത്തതാണെന്ന് അത് കണ്ടുപിടിച്ചാണത്. ഉടമ്പടി കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ, ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഭവങ്ങളാണ് സംസാരിക്കാനും കൂടെയില്ലാത്തവർ വേദനിക്കുന്ന സമയത്ത് കൂടെ ഇരിക്കാൻ നിനക്കൊരു 10 മിനിറ്റ് കിട്ടുമെങ്കിൽ അത് ഉടമ്പടിയിൽ നിനക്ക് ചെയ്യാവുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. റെജി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് അറിയാവോ? അതായത് കർത്താവ് എന്താ പറഞ്ഞത്? പത്രോസ് കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ പൃത്തിനെ വെട്ടി. അതെവിടെയാണ്? 18:11 എടുത്തേ. 18:11 യോഹന്നാൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനെ വെട്ടി അവൻ്റെ വലത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ്? ഓരോരുത്തൻ്റെ പാനപാത്രം നാട്ടുകാരൊന്നും കുടിക്കത്തില്ല, അവൻ തന്നെ കുടിക്കേണ്ടി വരും. നമ്മളെ രോഗമായാലും ക്ഷീണമായാലും നമ്മൾ തെറ്റിദ്ധാരണയായാലും നമുക്കുണ്ടാകുന്ന നമ്മുടെ മേലുണ്ടാകുന്ന സംശയമായാലും ഇതെല്ലാം നമ്മൾ തന്നെ, അതിൻ്റെ വേദന ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നമ്മുടെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമ്പോഴും ആ സഹിക്കുന്നതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ആധ്യാത്മികതയുണ്ട്. അതാണ് കർത്താവ് പറയണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 26:40. അനന്തരം അവൻ ശിഷ്യന്മാരോട് അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ഈ അനുഭവത്തിന് അലൈൻമെന്റ് കണ്ടില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? 18:11 യോഹന്നാന്റെ സുവിശേഷം, ഞാൻ കുടിക്കണം, പിതാവ് എനിക്ക് നൽകുന്ന പാനപാത്രം ഞാൻ തന്നെ കുടിക്കണം. പക്ഷെ ഞാൻ തന്നെ ഇപ്പോൾ ക്യാൻസർ ആയാലും രോഗമായാലും വേദനയായാലും ഞാൻ തന്നെ സഹിക്കണമെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കാൻ ഒരു മനുഷ്യന് നമ്മളെ ഏത് സഹനത്തിൻ്റെ ആ സമയത്തും കർത്താവ് പോലും ആഗ്രഹിച്ചു പോയതാണ്. അതാണ് റിജി തോമസ് പറയണത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ ഇരിക്കാൻ 10 മിനിറ്റെങ്കിലും കൂടെ ഇരിക്കാൻ ആളില്ലാത്ത. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? ആർക്കും ഒരു വില തോന്നാത്ത ആൾക്കാരുടെ കൂടെയും ഞാൻ പോയി ഇരിക്കുമെന്ന്. ആ ഇരിപ്പ് എന്തിൻ്റെ ഇരിപ്പാണ്? കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് പോയി ഇരിക്കാൻ. ഉടമ്പടി മറ്റുള്ളവർക്ക് വേണ്ടി ഉപ്പാണെങ്കിൽ, അവിടെ കേടുകൂടാൻ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവികമായ ഔഷധമാണെങ്കിൽ ആ ഉപ്പ് നീയായി മാറണമെന്നാണ് ഉടമ്പടി കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉപ്പാകുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉറവ് കൂട്ടുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന്. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. എഴുന്നേൽക്കുക. ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ഓൺലൈനിലുള്ളവരും ഇടത് കൈ നെഞ്ചിലും ഈ സമയത്ത് വലത് കൈ ശിരസിലും വെക്കുക. ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും
ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക. കർത്താവ് കാലാതീതമായി, ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കരൾ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ ടോൺസിൽ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കോശങ്ങൾ, കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ. നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ തൊണ്ടവേദനകൾ, ടോൺസിൻ്റെ അസുഖങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, നിന്റെ കരൾ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഓരോ കോശങ്ങളിലും, ഓരോ പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, വെരിക്കോസ് അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ സന്തോഷമായിരിക്കാൻ കർത്താവ് പറയുന്ന 10,000 മനുഷ്യരെ അവിടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരും രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞ അൾത്താറയിലേക്ക് അപ്പമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ആധാവരണമേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവര്, യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മരിച്ചിക്കണമേ. സമാധാനമില്ലാത്തവര്, കുടുംബം തകർന്നവര്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഡൈവേഴ്സിന് വേണ്ടി അകപ്പെട്ടു പോയവര്, കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവര്, ഛിദ്രമായവര് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ